മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി ഈ കണ്ണനെ ആണെങ്കിൽ പ്രതാപനെ കാണാൻ അനുവദിക്കാതെ തിരിച്ചയക്കുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം മഹാലക്ഷ്മിയോട് പറഞ്ഞു കഴിയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര ആശ്വാസമാവുന്നുണ്ട്. കാരണം കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞോന്നുള്ള പേടിയിലാണ് മഹാലക്ഷ്മി ഇരുന്നത്. പിന്നീട് കണ്ണൻ പോയതിന് ശേഷം വാമദേവനാണെങ്കിൽ ഈ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇനിയും ചിലപ്പോൾ അവൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഐസിയുലാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവൻ പോയത്. ഇനി പ്രതാപനെ ഐസിയുന്ന് ഇറക്കുമെന്ന് അന്വേഷിച്ച് അവൻ വരുവാണെങ്കിൽ അമ്മ ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഒരിക്കലും പ്രതാപനെ കാണാൻ അവനെ അനുവദിക്കരുത്. എന്നാലും എത്ര കാലം നമുക്കിങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റൂല. ഇവനെല്ലാവരോടും ഇങ്ങനെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ആ ഉണ്ണി വന്നാൽ ഉണ്ണിയോടും ഇവൻ ഇത് തന്നെ പറയൂന്ന് പറയും. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അത് കരുണ നോക്കിക്കോളും. എന്തായാലും ഉണ്ണിയോട് ഞാൻ ഇങ്ങോട്ടൊന്നും വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കരുണയും അവനെ തടയുമ്പം അവനും കൂടി വരാനൊന്നും നിൽക്കൂല. എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഇവനെ ഏതെങ്കിലും മെൻ്റൽ ഡോക്ടറെ കാണിക്കാം. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ വിശ്വനാഥൻ്റെ പ്രേതത്തെ തളിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അതിന് ആ കണ്ണൻ സമ്മതിക്കണ്ടേ. അവൻ്റെ അച്ഛനെ അന്ന് തളയ്ക്കാൻ നിന്നിട്ട് അവൻ തന്നെയായിരിക്കും മാർക്കോയെ വിളിച്ചു വരുത്തിയത്. എന്തായാലും അവൻ്റെ അച്ഛന് അവന് ഭയങ്കര ജീവനായിരുന്നു. എന്നാൽ പിന്നെ ആ വിശ്വനാഥന് ആ കണ്ണൻ്റെ കൂടെ പോയാൽ പോരെ, ഈ പ്രതാപൻ്റെ കൂടെ നടക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം അവൻ്റെ മകനെ സംരക്ഷിക്കാനാണ് നടക്കുന്നത്. എന്തായാലും ഇനി കണ്ണനെയും മഹാലക്ഷ്മിയെയും നമ്മൾ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും നമുക്കൊക്കെ തിരിച്ചടി കിട്ടും. ഇപ്പോൾ തന്നെ പ്രതാപൻ അവനെയും അവളെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ പോയിട്ടല്ലേ ഈ അവസ്ഥയിലായെന്ന്. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കണമെന്നും പറഞ്ഞ് വാമദേവൻ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, തൻ്റെ രണ്ടാനച്ഛൻ ഐസിയുലാന്നും പറഞ്ഞാൽ അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ അവരുടെ മുഖഭാവം കണ്ടിട്ട് എനിക്കത് തോന്നണില്ല. അയാൾ എന്നോട് എന്തോ പറയണമെന്നും പറഞ്ഞാൽ വിളിച്ചത്. ആ സമയത്ത് അവർ തന്നെയാണ് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നീട് ഈ പ്രതാപൻ എന്നോട് പറയണമെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ അത് ചെയ്യൂടാ ഇത് ചെയ്യൂടാ എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ ഭീഷണിപ്പെടുത്തി അവർ ഫോൺ കട്ട് ചെയ്യണേയും കണ്ടു. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് മഹി. എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ കണ്ണേട്ടാ, അതെന്തിനാണ് നമ്മൾ അന്വേഷിച്ച് നടക്കണേ. ആ സമയം നമ്മളുടെ അനന്ത് പറയുന്നുണ്ട്, ഇന്ന് മുതൽ മഹിക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കണ്ണ. മഹി ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ ശരിയാവില്ല എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹി, തനിക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, താൻ എന്തിനാ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല കണ്ണേട്ടാ, എന്തോ മനസ്സിനൊരു വല്ലായിക പോലെ, അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം ലേഹ്യം പറയുന്നുണ്ട്, അത് ഞാനും ശ്രദ്ധിച്ചു കണ്ണേട്ടാ, മഹിക്ക് എന്തോ ഒരു മനപ്രയാസമുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്നത് കുഞ്ഞിനെ ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് മഹി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയണം. പിന്നീട് നമ്മളുടെ കരുണേനെയാണ് കാണിക്കണത്. കരുണ ഇങ്ങനെ ഉണ്ണി പോകണമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയുടെ പോക്ക് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും കരുണയെ വാമദേവൻ വിളിക്കുന്നുണ്ട്. ഫോണെടുത്തതും കരുണ എന്താ അമ്മാവാന്ന് ചോദിക്കുമ്പം അത് മോളെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇപ്പോൾ ഫോണിൽ കൂടി ഒന്നും പറയാൻ പറ്റില്ല, അവിടെ ദുർഗയുണ്ടല്ലോ, ദുർഗ എങ്ങാനും കേട്ടാൽ അത് വലിയ പ്രശ്നമാവും. എന്തായാലും എനിക്ക് മോളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയുന്നു. ആ നേരത്ത് കരുണ പറയുന്നുണ്ട്, അമ്മാവനെ എവിടെയുള്ളത്, ഞാൻ അങ്ങോട്ട് വരാം. കരുണയാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നീട് ആസ്പത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വാമദേവൻ പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയ പ്രശ്നമാവും അമ്മാവ. കണ്ണേട്ടൻ എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ണേട്ടൻ അച്ഛനോട് ക്ഷമിക്കില്ല. ഉണ്ണിയേട്ടൻ പിന്നെ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ണിയേട്ടനോട് സ്വത്തിനോട് ആർത്തിയുള്ളൂ. പക്ഷേ കണ്ണേട്ടൻ അങ്ങനെയല്ല. കണ്ണേട്ടനേക്ക് കണ്ണേട്ടൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ ജീവനെ ഇപ്പോഴും. അതുകൊണ്ട് കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല. അമ്മാവന് ഉറപ്പായിട്ടും ജയിലിൽ പോകേണ്ടി വരും. എന്നാലും അമ്മാവൻ എന്തിനാ സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊന്നേന്ന് ചോദിക്കുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ അന്നത്തെ സാഹചര്യം അതായിരുന്നു, അതല്ലാതെ വേറെ മാർഗമൊന്നും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നാലും ഇപ്പം ഇത് ഈ പ്രതാപൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഞാൻ ഓർത്തോ. ഇതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഞാൻ അവനെയും കൊണ്ടുപോകും, അവനെ ഞാൻ വെറുതെ വിടുവൊന്നുമില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അച്ഛൻ്റെ സമനില തെറ്റിയതുകൊണ്ടല്ലേ അച്ഛനിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇതിനു മുമ്പ് ലക്ഷ്മിക്ക് അറിയായിരുന്നു. ലക്ഷ്മി അതും പറഞ്ഞ് അച്ഛനെയും മുത്തശ്ശിയെയും എന്നെയൊക്കെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. പക്ഷേ ഇതൊരിക്കലും അച്ഛനായിട്ട് വിളിച്ചു പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഞാനും പ്രതാപനും ജയിലിൽ പോകുന്നു മാത്രമല്ല മോളുടെ ജീവിതവും തകരും. സ്വന്തം അച്ഛൻ്റെ കൊലയാളിയുടെ മകളെ ആരും ഭാര്യയായിട്ട് അംഗീകരിക്കില്ല. അതുമാത്രമല്ല ദുർഗയ്ക്ക് ഇതറിയില്ല. ദുർഗ ഈ സത്യം അറിഞ്ഞാൽ മോളോട് എങ്ങനെ പെരുമാറുമെന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ പ്രതാപൻ ഈ രഹസ്യം ആരോടും പറയാതെ മോള് നോക്കണമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ നോക്കാനാ, അച്ഛൻ വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും കണ്ണൻ ഇതറിയരുത്. ഉണ്ണി അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഉണ്ണിയെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. അന്നേരം കരുണ പറയുന്നുണ്ട്, അമ്മാവൻ വിചാരിക്കണ പോലെയല്ല, ഉണ്ണിയേട്ടനെ അറിഞ്ഞാലും പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ണിയേട്ടൻ കൊന്നു കളഞ്ഞേനേന്ന്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയ പ്രശ്നമായല്ലോ. 10-20 വർഷം മുമ്പ് പോലീസ് അന്വേഷിച്ച് കേസൊന്നുമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോയ കാര്യം ഇതിനി രണ്ടാമത് കുത്തിപ്പൊക്കിയിട്ട് ഈ പ്രതാപന് എന്ത് ഗുണം കിട്ടാനാന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, അത് അച്ഛൻ സ്വയം പറയണതൊന്നുമല്ല, കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ ശരീരത്തിൽ കയറിയിട്ട് പറയണേ അമ്മാവാന്ന്. അന്നേരം വാമദേവനും പറയുന്നുണ്ട് അത് ശരിയായിരിക്കുന്നു. പിന്നീട് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് കാണിക്കുന്നത്. പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ണനെ വിളിച്ച് വിവരം പറ, ഇല്ലെങ്കിൽ ആ ഫോൺ എനിക്ക് താ, ഞാൻ തന്നെ വിളിച്ച് വിവരം പറഞ്ഞോളാം. നേരത്തെ കണ്ണൻ എന്നെ കാണാൻ വന്നതല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാൽ കണ്ണനെ തിരിച്ചയച്ചതെന്ന് ചോദിച്ചപ്പോൾ, നീ ഐസിയുലാന്ന് പറഞ്ഞിട്ടാടാ ഞാൻ തിരിച്ചയച്ചത്. നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെക്കി ഐസിയുലാക്കും, അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിപ്പോൾ 10-20 വർഷം മുമ്പ് നടന്ന കാര്യം, അതിപ്പോൾ പറഞ്ഞിട്ട് എന്ത് ഗുണാടാ കിട്ടണേന്ന് ചോദിക്കുമ്പം എനിക്കിത് പറഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. എന്നോട് ഇന്ന് വിശ്വനാഥൻ വന്ന് ചോദിക്കുമ്പം എനിക്ക് സത്യം പറയണ്ടേ, വിശ്വനാഥന് ഞാൻ വാക്ക് കൊടുത്തിരുന്നതാ കണ്ണനോട് പറഞ്ഞോളാന്ന്. എന്നിട്ട് കണ്ണൻ എന്നെ കാണാൻ വന്നപ്പോഴും നിങ്ങൾ എന്നെ കാണാൻ അനുവദിച്ചില്ല. ആ വാമദേവൻ ഉണ്ടല്ലോ, ആ ദുഷ്ടൻ, അവനാ അതിനൊക്കെ കാരണക്കാരൻ. എന്തായാലും ഇനിയും കണ്ണൻ എന്നെ കാണാൻ വരൂലേ, അപ്പം ഞാൻ കണ്ണനോട് സത്യങ്ങളെല്ലാം പറയും. അവൻ്റെ അച്ഛനെ, ആ പാവം വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന്, അതിന് പൈസ തന്നത് വാമദേവനാണെന്ന് ഞാൻ പറയും. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഒരു വിഷമത്തിലാവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ഭഗവാനെ, ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണമോളുടെ ജീവിതവും പോവും, ഇവൻ ജയിലിലും ആവും, ഇല്ലെങ്കിൽ ഇവനെ കണ്ണും കൊന്നു കളയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് ഇനി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനന്തു ലേഖ്യം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹി? മഹീനെ ഞാൻ കുറേ സമയം ശ്രദ്ധിക്കുന്നു, മഹിയുടെ മുഖത്ത് നല്ല സങ്കടമോ പേടി എന്തൊക്കെയോ ഉണ്ടല്ലോ, എന്താണെങ്കിലും ഞങ്ങളോട് പറയാമെന്ന് പറയുമ്പോൾ, ഒന്നുമില്ല, എനിക്ക് മനസ്സിനെന്തോ ഒരു വല്ലായ്മ പോലെ, ഞാനൊന്ന് അമ്മയെ കാണാൻ പോയാലോ എന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മഹി പോയി അമ്മയെ കണ്ടിട്ട് വാന്ന് പറയുന്നു. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം മോഹിനി ആണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. കാറിൻ്റെ ഒച്ച കേട്ടതും ഇപ്പോൾ ആരായിരിക്കും വന്നതെന്നും പറഞ്ഞ് മോഹിനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മഹാലക്ഷ്മിയെ കണ്ടിട്ട്, ഓ മോളാണോ, മോളെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചോളൂല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, മോളുടെ മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ കുറച്ച് പ്രശ്നമുണ്ട്, കരുണയുടെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ. അതേ മോളെ, എന്ത് പറ്റിയതാണെന്നറിയില്ല, പ്രതാപേട്ടൻ ഇപ്പോൾ ആസ്പത്രിയിലാണ്, 2 കാലും ഒടിഞ്ഞു എന്നാണ് പറഞ്ഞ്, എന്നോട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറയുമ്പോൾ ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പോയിരുന്നു അമ്മേ, അയാളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, അയാൾ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് അയാളാണെന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല അമ്മ കാര്യങ്ങൾ, അത് യാദൃച്ഛികമായി നടന്ന അപകടമൊന്നുമല്ല, മനഃപൂർവ്വം കരുണയുടെ അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതാണ്, അതും ആ അമ്മാവൻ കൊടുത്ത കൊട്ടേഷനിൽ അത് ചെയ്ത. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ആണോ മോളെ, അപ്പോൾ വാമദേവൻ്റെ പെങ്ങളുടെ ഭർത്താവല്ലേ അയാൾ, സ്വന്തം പെങ്ങളെ വിധവയാക്കാൻ വേണ്ടി അയാൾ അങ്ങനെ ചെയ്ത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല അമ്മേ, എന്തായാലും അയാൾ കൊടുത്ത കൊട്ടേഷനിൽ കരുണയുടെ അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നേന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, കണ്ണേട്ടനോട് പറയണമെന്നും പറഞ്ഞ് നടക്കുക. കണ്ണേട്ടന് ഫോൺ ചെയ്തിരുന്നു. ആ സമയത്ത് കരുണയുടെ മുത്തശ്ശി പെട്ടെന്ന് ഫോൺ വാങ്ങിയെടുത്തുകൊണ്ട് അയാൾക്ക് കണ്ണേട്ടനോട് സത്യങ്ങൾ പറയാൻ പറ്റിയില്ല. പിന്നീട് കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണെങ്കിലും കരുണയുടെ മുത്തശ്ശി കണ്ണേട്ടനെ അയാളെ കാണാൻ അനുവദിക്കാത്തതുകൊണ്ട് നിലവിൽ കണ്ണേട്ടൻ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല. അതുമാത്രമല്ല അമ്മേ, മാർക്കോയോടും അയാൾ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാർക്കോ എന്താ പറഞ്ഞ മോളെന്ന് ചോദിക്കുമ്പം, മാർക്കോയോട് ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാർക്കോ പറഞ്ഞത്, കണ്ണേട്ടൻ ഇനിയിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും, എന്തായാലും വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ സത്യങ്ങളെല്ലാം കണ്ണേട്ടനോട് പറയേണ്ടതായിരുന്നു എന്നാണ് മാർക്കോ പറഞ്ഞ്. അത് ശരിയാ മോളെ, അന്ന് നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയായിരുന്നു,
ഇനിയിപ്പോൾ ഇത്രയും നാളും ആ സത്യങ്ങൾ മറച്ചു വച്ചിട്ട് ഇപ്പം നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ മറച്ചു വെച്ചിട്ടും കാര്യമില്ല അമ്മേ, എങ്ങനെയായാലും സത്യങ്ങളെല്ലാവരും അറിയും. കാരണം കരുണയുടെ അച്ഛൻ സമനിലയില്ലാത്തതുപോലെ ഇപ്പോൾ സംസാരിക്കണേ. അതുമാത്രമല്ല ഈ കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ സ്വഭാവമൊക്കെ കരുണയുടെ അച്ഛൻ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് കരുണയുടെ അച്ഛൻ്റെ ശരീരത്തുണ്ടെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ ഈ മോഹിനി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ നേരായിരിക്കും മോളെ. ഈ പ്രതാപേട്ടനെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് പ്രതാപേട്ടൻ്റെ ദേഹത്ത് കയറിയേക്കണേന്ന്. എന്തായാലും മോളിനി ഇതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട. എന്തെങ്കിലും ഒരു പ്രതിവിധി ഭഗവാനായിട്ട് കാട്ടിത്തരും. ഇനിയിപ്പോൾ കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞാലും പ്രശ്നമില്ല മോളെ. മോളതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അതല്ല അമ്മേ, ഞാൻ ദൃക്സാക്ഷിയാണെന്നും ഈ കരുണയുടെ അച്ഛൻ പറയുന്നുണ്ടെന്ന്. അത് കേട്ടതും മോഹിനിയാണെങ്കിൽ എന്ത് ചെയ്യും ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയാനായിട്ടാണ് വന്നത്. ഇത്രയും ദിവസം നമ്മൾ ഇതും പറഞ്ഞ് അവരെ പേടിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നേരെ തിരിഞ്ഞു വന്നു അമ്മേ. ഇനിയിപ്പോൾ കരുണയുടെ അച്ഛൻ ഇത് പറയാതിരിക്കണേ എങ്ങനെയാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, എന്തായാലും വരണോടത്ത് വെച്ച് കാണാം, മോളിപ്പോൾ പൊയ്ക്കോന്നും പറഞ്ഞ് മഹാലക്ഷ്മിയെ വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെയും ലേഖേനെയാണ്. അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട്, മഹിക്ക് ഇന്നലെ മുതൽ എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ട് മഹി ഒന്നും പറയണില്ല അനന്തു കേട്ടാന്ന് പറയുമ്പോൾ അത് ഞാനും ശ്രദ്ധിച്ചു. ഇന്നലെ കണ്ണം വന്ന സമയത്തും മഹി എന്തോ കണ്ട് പായുന്നത് പോലെയാണ് നിന്ന്. പക്ഷേ മഹി എന്താണെന്നുള്ളത് തുറന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം തന്നെ അമ്മയെ കാണാൻ പോയത് എന്തിനാ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പം ആ സമയത്ത് തന്നെ ഈ കോളിംഗ് ബെല്ലടിക്കണ ഒച്ച കേൾക്കുന്നുണ്ട്. അന്നേരം ലേഖ പറയുന്നുണ്ട്, മഹി വന്നു എന്നാണ് തോന്നണേ, ഞാൻ ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോറ് തുറക്കണ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി നിൽക്കണ ആ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അന്നേരം ഈ ലേഖ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹി, അമ്മയെ കണ്ടിട്ടും നിനക്ക് സന്തോഷമൊന്നും വന്നില്ലല്ലോ, നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി മനസ്സിലാലോചിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞാലോ എന്ന്. അങ്ങനെ മഹാലക്ഷ്മി എന്തായാലും വേണ്ടില്ല അനന്തവേട്ടനോടും ലേഖയോടെങ്കിലും സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.